ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇന്ന് ഉത്തരവില്ല. സർക്കാർ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തുവിടില്ല. ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിന് എതിരെ ഒരു പരാതി കൂടി ലഭിച്ചിട്ടുണ്ട് എന്ന് വിവരാവകാശ കമ്മീഷൻ പറയുന്നു. പരാതി പരിഹരിച്ച ശേഷമായിരിക്കും ഉത്തരവ് ഇറങ്ങുക. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, ഇന്നാണ് വിവരാവകാശ രേഖകൾ പ്രകാരം കൂടുതൽ പുറത്തുവിടാതിരുന്ന ഭാഗങ്ങൾ കൂടി പുറത്തുവിടും എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിനെതിരെ ഒരു പരാതി കൂടി ലഭിച്ചിട്ടുണ്ടെന്നും ഈ പരാതി കൂടി പരിഹരിച്ച ശേഷം മാത്രമേ അത്തരത്തിലുള്ള നടപടി ഉണ്ടാകുകയുള്ളൂ എന്നാണോ ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ അറിയിക്കുന്നത്? ശാലിനി. വിനോദ, സിനിമയെ വെല്ലുന്ന ടെസ്റ്റുകളാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് മുൻപിൽ എത്തിയപ്പോൾ മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സമാനമായ സാഹചര്യം തന്നെയാണ് ഈ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറങ്ങുന്ന ഇന്നേ ദിവസവും സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി വിവരാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ വെട്ടിമാറ്റിയ 49 മുതൽ 53 വരെ ഏകദേശം 5ഓളം പേജുകളും 130-ലധികം വരുന്ന പാരഗ്രാഫുകളും അത് പുറത്തുവിടണമോ വേണ്ടോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉത്തരവായി ഇന്ന് പുറത്തിറക്കാനായിരുന്നു കമ്മീഷൻ തീരുമാനിച്ചിരുന്നത്. ആ പുറത്തിറക്കാനുള്ള ഉത്തരവിറങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് കമ്മീഷന് മുൻപാകെ ഒരു പുതിയ പരാതി കൂടി എത്തുന്നത് എന്നുള്ളതാണ്. ഒരു പക്ഷേ കരുതിക്കൂട്ടി ആരോ കൊണ്ടുവന്ന് നൽകുന്ന രീതിയിലുള്ള ഒരു പരാതിയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പരാതി നൽകിയത് ആരാണ്, പരാതിക്കാര് ആരാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ കൂടുതലൊന്നും തന്നെ വിവരാവകാശ കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല. ഒരു പക്ഷേ വരും മണിക്കൂറിൽ അത് ഈ അപേക്ഷകരായ ആളുകൾക്ക് മുൻപിൽ കമ്മീഷന് പറയേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇതിന്റെ രേഖകളടക്കം പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് കോടതി വരെ കയറിയ ഒരു സാഹചര്യം, കോടതിയിലടക്കം മാധ്യമപ്രവർത്തകരടക്കമുള്ള അപേക്ഷകർ എത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിന്റെ വ്യക്തിഗത മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യക്തി വിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭാഗങ്ങൾ പുറത്തുവിടാമെന്ന് തീരുമാനിച്ചത്. 29ഓളം പാരഗ്രാഫുകൾ അന്ന് ചുരുക്കി മറ്റ് മുഴുവൻ ഭാഗങ്ങളും റിപ്പോർട്ടും പുറത്തുവിടണമെന്നുള്ളതായിരുന്നു വിവരാവകാശ കമ്മീഷൻ നൽകിയ ഉത്തരവ്. പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ട് 130-ലധികം വരുന്ന പേജുകളും പാരഗ്രാഫുകളും ഒഴിവാക്കിയായിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സാംസ്കാരിക വകുപ്പ് ഓഗസ്റ്റ് 19-ാം തീയതിയോടുകൂടി ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇതിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവായിരുന്നു ഇന്ന് ഇറക്കാനിരുന്നത്. എന്തായാലും ഉത്തരവ് ഇന്ന് ഇറങ്ങില്ല എന്നുള്ളതാണ്. പരാതി പരിഹരിച്ച ശേഷം ആ പരാതിയുടെ ഉള്ളടക്കം അടക്കം പരിശോധിച്ച് അതിൽ ഒരു തീർപ്പ് കൽപ്പിച്ച ശേഷം മാത്രമായിരിക്കും ഈ ഉള്ളടക്കം പുറത്തുവിടുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്തത്. ആദ്യം മുതൽ തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ ഒരുങ്ങിയ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു ഹർജി ബോധപൂർവം തന്നെ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. പിന്നീട് അത് വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെയായി വലിയ രീതിയിലൊരു സമയം നീട്ടിയ സാഹചര്യം ഉണ്ടായിരുന്നു. സമാനമായി തന്നെയാണ് ഇതിന്റെ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടുന്ന കാര്യത്തിലും ഇപ്പോൾ ഇത്തരത്തിലൊരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ആർക്കൊക്കെയോ ഈ റിപ്പോർട്ട് പുറത്തു വരരുത് അല്ലെങ്കിൽ പുറം ലോകം അതിന്റെ ഭാഗങ്ങൾ കാണരുത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ചില ധാരണകളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടാകുന്നത് എന്നുള്ള ആക്ഷേപം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും പരാതിക്കാരടക്കമുള്ളവരും അപേക്ഷകരടക്കമുള്ളവരും ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്തായാലും ഈ ഉള്ളടക്കം സംബന്ധിച്ച വിവരങ്ങൾ ഒപ്പം തന്നെ ഹിയറിംഗ് അടക്കം 2 തവണ കഴിഞ്ഞ സാഹചര്യത്തിൽ ഉടൻ തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അപേക്ഷകർ ഉള്ളത്. അതേസമയം തന്നെ ഈ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളിൽ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ചില മൊഴികളും പരാതികളും ഹേമ കമ്മീഷന് മുൻപാകെ എത്തിയതിൽ കൃത്യമായ മൊഴികളും രേഖകളും അടക്കം നൽകി പല പ്രമുഖരുടെയും പേരുകൾ ഉൾപ്പെട്ട ഭാഗമാണ് ഈ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ആ ഒഴിവാക്കപ്പെട്ട ഭാഗമാണ് ഇനി പുറത്തു വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു സമയം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. വിനോദം, തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണ് ഒഴിവാക്കിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തു വരും എന്നുള്ളതായിരുന്നു വാർത്ത. പക്ഷേ ഇതേ സംബന്ധിച്ച് ഒരു പരാതി കൂടി ലഭിച്ചതിനാൽ തൽക്കാലം ഈ ഭാഗങ്ങൾ പുറത്തുവിടുന്നില്ല കാര്യമാണ് വിവരാവകാശ കമ്മീഷൻ ഇപ്പോൾ അറിയിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.